ഹായ് ഗൈസ്, നിങ്ങൾക്ക് ഈ ഹെൽമെറ്റ് ഇഷ്ടപ്പെട്ടോ? ഇത് ബേഗയുടെ ഹെൽമെറ്റാണ്. ഇപ്പോൾ പുതിയതായിട്ട് ഞാൻ മേടിച്ചതാണ്. അപ്പം ഇത് 800 grams ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ISI മുദ്രയൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് റോഡിൽ പോകുന്ന സമയത്ത് 2 വീലർ ഓടിക്കുന്നവർ മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടതാണ് ഹെൽമെറ്റ്സ് അല്ലേ. അപ്പോൾ കുറച്ച് നല്ല കമ്പനീസ് എന്ന് പറഞ്ഞാൽ വീഗ, സ്റ്റീൽ ബേർഡ്, പിന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും നല്ല ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുക. പിന്നെ ഇതിനേക്കാളും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ താഴെ കവറേജും കൂടെ വരുന്നതാണ് ഹെൽമെറ്റായിട്ട് തന്നെ ഉപയോഗിക്കുമ്പോൾ. പിന്നെ എനിക്കത് കുറച്ച് ബൾക്കി ആയിരിക്കും, താങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് തന്നെ കുറച്ച് ദിവസം യൂസ് ചെയ്താണ് ഇതിൻ്റെ വെയിറ്റ് ഒന്നും ഓവർകം ചെയ്തത്. അപ്പോൾ നിങ്ങൾ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളുടെ സൈസിലുള്ള ഹെൽമെറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അത് വെച്ച് തന്നെ കുട്ടികളെ കൊണ്ടുപോകണം. പിന്നെ ഇതേപോലെ ഹെൽമെറ്റ്സ് ആക്ച്വലി എന്താ പറയുക, നമ്മുടെ വണ്ടിയായിട്ട് ട്വിൻ ചെയ്യുമ്പോൾ കുറച്ച് നല്ല രസമാണ്. പക്ഷേ ഹെൽമെറ്റ് എപ്പോഴും നമ്മുടെ സേഫ്റ്റിയാണ് ആദ്യം നോക്കേണ്ടത്. അല്ലാതെ ഞാൻ കുഞ്ഞൊരു വണ്ടി ഓടിക്കുന്ന എനിക്ക് ഒരു ഫാഷനബിൾ ഹെൽമെറ്റ് ഉപയോഗിക്കാൻ പറ്റത്തില്ല, അങ്ങനെയൊന്നും അല്ല. നമ്മുടെ സേഫ്റ്റി ഫസ്റ്റ് പ്രിഫർ ചെയ്യുക, പിന്നെ നമ്മുടെ ഇഷ്ടവും അതിൽ കൂടുതൽ കൊണ്ടുവരിക. അപ്പം ഇതിൽ ഈ ഫ്ലൂറസൻ കളർ ഉള്ളതുകൊണ്ട് നൈറ്റ് ഒരു റിഫ്ലക്ഷൻ പോലെ ആക്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ലൈറ്റ്സ് വന്നാൽ ഞാൻ പോകുന്നു, ഇൻ കേസ് ഞാൻ ബ്രേക്ക് പിടിക്കുമ്പോൾ റെഡ് കളർ ലൈറ്റ് വരുന്നതിനോടൊപ്പം തന്നെ ഈ ഗ്രീൻ കളർ ലൈറ്റും കൂടെ കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു നല്ല കമ്പനിയാണ്. പിന്നെ കുറച്ച് കമ്പനീസ് ഉണ്ട്, എനിക്ക് പേര് കറക്റ്റായിട്ട് കിട്ടണില്ല. അപ്പം ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന ഗ്ലൈഡേഴ്സ് എന്ന് പറഞ്ഞ കമ്പനിയുടേതാണ്. നല്ല സാധനമാണ്. അപ്പോൾ നിങ്ങൾ 2 വീലർ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഹെൽമെറ്റൊക്കെ എപ്പോഴും ശ്രദ്ധിച്ച് കയ്യിൽ കൊണ്ടുപോകണം. അതേപോലെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ഹെൽമെറ്റ് മേടിക്കണം. ഇതിപ്പോൾ ഞാൻ മേടിച്ചത് ഹെൽമെറ്റ് വേൾഡ്, നമ്മൾ മ്യൂസിയത്തിന് താഴോട്ട് പോകുമ്പോൾ ഉള്ള റോഡിലിരിക്കുന്ന ഹെൽമെറ്റ് വേൾഡാണ്. ഹെൽമെറ്റ് വേൾഡിൻ്റെ ഒരു ബ്രാഞ്ച് കഴക്കൂട്ടതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഒരു ബെലക്ലാവ മേടിച്ചു. പിന്നെ അവിടെ നമുക്ക് ഹാൻഡ് ഗ്ലൗസ്, പക്ഷെ അത് സ്പോർട്ടിയാണ്, എനിക്ക് അത് ചേരത്തിലാണ്, ഞാൻ മേടിച്ചില്ല, എൻ്റെ സൈസിനും ഇല്ല. അപ്പോൾ അത് നോക്കി അങ്ങനെ മേടിക്കാം. പിന്നെ ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് വെച്ചാൽ ഹെൽമെറ്റ്സ് കോസ്മെറ്റിക് മാത്രമല്ല, നമ്മുടെ സേഫ്റ്റി കവറേജ് നന്നായിട്ട് നോക്കുക. ഒരുപാട് ലക്ഷറിയസ് ആയിട്ടുള്ള ഹെൽമെറ്റും ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് പറ്റുന്നത് മേടിക്കുക. പഴയ ഹെൽമെറ്റൊക്കെ ആണെങ്കിലും അത് നല്ല സാധനമാണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ പൊട്ടി ചളുങ്ങിയത് അല്ലെങ്കിൽ ഫ്രണ്ട് കവറേജ് ഒരുപാടില്ലാത്ത അങ്ങനത്തെ ഹെൽമെറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം അവോയ്ഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിക്കുള്ള ഹെൽമെറ്റ്സ് യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഇതെനിക്കൊരു ബെസ്റ്റ് ഹെൽമെറ്റായിട്ട് തോന്നി. ഗ്ലൈഡേഴ്സ് നല്ലതാണ്. ഗ്ലൈഡേഴ്സിന് കുറച്ച് വെയിറ്റ് കുറവാണ്, പക്ഷേ അത് ടിപ്പിക്കൽ ഫെമിനൈൻ ആയിട്ടുള്ള ഒരു ഹെൽമെറ്റ് തന്നെയാണ്. ഇത് കുറച്ചുകൂടി ബൾക്കിയാണ്. പിന്നെ എനിക്ക് ഇത് യൂസ് ചെയ്ത് ഇപ്പോൾ കംഫോർട്ടായി. മറ്റേത് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി സോഫ്റ്റാണ് ഇന്നർ പാർട്സൊക്കെ. അപ്പം നിങ്ങൾ യൂസ് ചെയ്യണം. ഇത് വന്നിട്ട് 1300 സംതിങ് ആണ് ഇതിൻ്റെ വില വന്നത്. പിന്നെ അവിടെ നിന്ന് കുറച്ചുകൂടെ റെഡ്യൂസ് ചെയ്ത് തന്നു എന്ന് തോന്നുന്നു. അപ്പോൾ പഴയ ഹെൽമെറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പുതിയതായിട്ട് മേടിക്കുക. നല്ല ഹെൽമെറ്റ് യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ടാറ്റ.